ഇനി നമുക്ക് ചോറിനൊപ്പം അതേപോലെ ഇഡ്ഡലി, ദോശ ഇതിൻ്റെ കൂടെയൊക്കെ ഒരുപോലെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഈസി വെണ്ടയ്ക്ക സാമ്പാർ ഉണ്ടാക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി പരിപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 തവണ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 2-3 വിസിലിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. പരിപ്പ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കപ്പ് ചെറിയുള്ളി അല്ലെങ്കിൽ സവാള ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നടുകി കയറിയ 2 പച്ചമുളകും കുറച്ച് വേപ്പിലയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇതുപോലെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് ഈസ്റ്റേൺ തനിനാടൻ സാമ്പാർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റേൺ തനിനാടൻ സാമ്പാർ പൗഡറിൽ എക്സ്ട്രാ കായകളുണ്ട്, എക്സ്ട്രാ കായാമോ മറ്റ് പൊടികളും ഇതിനൊപ്പം ചേർത്ത് കൊടുക്കേണ്ടതില്ല. നന്നായിട്ട് വഴറ്റിയെടുത്ത ചെറിയുള്ളിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഈസ്റ്റേൺ തനിനാടൻ സാമ്പാർ പൗഡറും കൂടി ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് വെച്ച പരിപ്പുണ്ടല്ലോ അതും കൂടി ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും ഒരു കപ്പ് വെണ്ടയ്ക്ക കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നാരങ്ങാ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത വെള്ളവും ഒരു കപ്പ് ചൂടുവെള്ളം ഈ ഒരു സമയം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് ഇതേപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും. ഇനി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം 3-4 വറ്റൽമുളകും 2 തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് സാമ്പാറിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാർ റെസിപ്പിയാണ്. ഈസ്റ്റേൺ തനിനാടൻ സാമ്പാർ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വിക്ക് ആൻഡ് പെർഫെക്റ്റ് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം.